വരുന്ന കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എങ്ങോട്ടേക്കോ പോകുമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ള ഒരു ഫാമിലാണ്. ഞങ്ങളുടെ ഹൗസ് ഓണർ ആയിട്ടുള്ള അറബിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബേരത്ത് എന്നാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ തരും. അപ്പോൾ വിചാരിക്കും ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. ഞങ്ങൾ വിചാരിച്ചോ ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ തരുന്നതായിരിക്കുന്നു. സംഭവം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഏക്കർ കണക്കിന് വരുന്നൊരു ഫാം ഉണ്ടെന്ന് കേട്ടു. അങ്ങനെ ഞങ്ങൾ വന്നതാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. കണ്ട് അടിപൊളിയായി ബോധം പോയി നിൽക്കുകയാണ്. അത്രയും നമ്മളിപ്പോൾ ഒരു ഈ ഗൾഫിലൊക്കെ ഉള്ളൊരു ഫാം എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ള് ഈത്തപ്പനത്തോട്ടം, ഒരു ഡ്രൈ ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല എന്ന് തന്നെ പറയാം. നമുക്ക് സാധാരണഗതിയിൽ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇവിടെ ഉണ്ടായിട്ടുള്ള തക്കാളിയാണ്. ഈ ഒരു ചെറിയ ഏരിയ അല്ല, ഇത് മൊത്തമായിട്ട് എന്താണ് തക്കാളി തന്നെയാണ് ഉള്ളത്. ഏകദേശം 10 വർഷം മുമ്പ് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലേ, അത്രയും ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. അതാണ് ഇവർ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് കോടിക്കണക്കിന് രൂപയാണ്. അതുപോലെ തന്നെ ഈ ഇവിടെയുള്ള പണിക്കാരുടെ അധ്വാനം കൊണ്ടാണ് ഇത്രയും ഭംഗിയുള്ളൊരു കാഴ്ചയായി മാറ്റിയെടുത്തിട്ടുള്ളത്. മധുണ്ട്, അത് മധുരാണ്. ഒത്തിരി ഉപ്പും കൂടി ഉണ്ടെങ്കിൽ ഞാനിത് ഫുള്ള് തീർത്താന്, ഇപ്പൊ തന്നെ തീർത്താന്. അത്രയും ടേസ്റ്റ്. ഇവിടുത്തെ വളത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയില്ല, കാരണം അത്രയും ചെറിയ മരത്തിൽ വരെ കായാണ്. ഇപ്പൊ നമ്മൾ ഉറുമാമ്പഴം കണ്ടില്ല, അതേപോലെ തന്നെ ഈ മരമൊക്കെ എന്തൊരു ചെറുതാണെന്നറിയോ. പക്ഷെ ഇപ്പോഴേ കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം ഈ എലന്തക്കായ എന്നാ പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? എലന്തക്കായ എന്നാ ഞങ്ങളുടെ നാട്ടിൽ പറയാം. ഉറുമാമ്പഴമൊക്കെ ഒരുപാടുണ്ട്. പച്ചയാണ്, പഴുത്ത് തുടങ്ങുന്നല്ലോ. കണ്ടോ, അത് പഴുത്ത് കഴിഞ്ഞാൽ റെഡായി വരുമല്ലോ. ഇവിടെ കുറെ എണ്ണം ഇങ്ങനെ ചുവന്ന് വരുന്നേ ഉള്ളൂ. വെള്ളത്തിന്റെ കണക്ഷനൊക്കെ ഇതേപോലെ കുറെ ചാലുകളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടേക്ക് വെള്ളം എത്തുന്ന രീതിയിലാണ്. മെയിൻ ആയിട്ട് ഒരുപാട് 2 ടാങ്ക് ഉണ്ട്. നമ്മളെ എൻ്റെ ഹൈറ്റിനേക്കാൾ ഉയരത്തിലാണ് ടാങ്ക് ഉള്ളത്. അത്രയും വാട്ടർ നിറച്ച് വെച്ചിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഇങ്ങനെ ഓരോ ഇതുപോലുള്ള ചാലും കണക്ഷനും വഴി ഓരോ സ്ഥലത്തേക്കായിട്ട് വെള്ളം എത്തുകയാണ്. മെയിൻ ആയിട്ടുള്ള ഇവിടെ ഉപയോഗിക്കുന്ന വളം എന്ന് പറയുന്നത് ആട്ടുംകാട്ടും അതുപോലെ കോഴിക്കാട്ടുമാണ്. അതിന് രണ്ടായിട്ട് ആടും ഉണ്ട് ഒരുപാട്. നമ്മൾ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ തന്നെ അതിൻ്റെ ആയിട്ട് ഒരു കുഞ്ഞു ഫാം ഉണ്ട്, ആടും കോഴിയായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കായ നിങ്ങൾക്ക് നാട്ടിൽ നമ്മൾ പുളിയച്ചാർ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, കറുത്തിട്ടുള്ള ആ പുളിയച്ചാർ ഉണ്ടാക്കുന്നത് ഈ സാധനം ഉണക്കി പൊടിച്ചിട്ടാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അധികം കിട്ടാനുണ്ടോ അറിയില്ല. കറുത്തിട്ട് ഒരു കുഞ്ഞു പാക്കറ്റിൽ വരുന്ന അച്ചാറില്ലേ, അതിന്റെ മരമാണിത്. അതൊന്നും നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കൂടി കിട്ടാറില്ല കേട്ടോ ഈ സാധനം ഒന്നും. ഇപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് നനയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്ലോത്ത് വെച്ചിട്ട് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മരം കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, അവിടെ ക്ലോത്തും കല്ലും വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യും. പിന്നെ അടുത്ത ഭാഗത്തേക്കുള്ള കണക്ഷന് മുന്നോട്ട് കൊടുക്കും. അങ്ങനെ വെള്ളം തീരെ വേസ്റ്റേജ് വരുന്നില്ല. അപ്പം നമ്മൾ മറ്റു രീതിയിലുള്ള നനയ്ക്കലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ വെള്ളം വേസ്റ്റേജ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ തീരെ വെള്ളം വേസ്റ്റേജ് വരുന്നില്ല. ഇതിപ്പോൾ അവർ ഇവിടെയുള്ള പണിക്കാർ പറിച്ചു വെച്ചിട്ടുള്ള തക്കാളിയാണ്. വെറുതെ ഒന്ന് നടന്നപ്പോൾ കിട്ടിയ തക്കാളിയാണ് ഇത് മുഴുവനും. ഏകദേശം എത്രയൊക്കെ തരും നമുക്കും. അപ്പോൾ എത്ര കിട്ടുന്നുണ്ട് നോക്കണം. ഞങ്ങളെ പോലുള്ള ഒരുപാട് ഫാമിലികളുണ്ട് നെയ്ബറായിട്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ തരും, അവർ ഇത്രത്തോളം തരും. മല്ലിയില, കറിവേപ്പില, ഉലുവച്ചീര, പിന്നെ ഇവിടെ അറബികൾ കഴിക്കുന്ന വെറുതെ നമ്മുടെ ചോറിനൊക്കെ വെറുതെ കഴിക്കുന്ന ഇലുണ്ട്,
എന്തേലും പറയലേ റുവൈത്ത് അല്ല ക്യാരറ്റ് ആണ്. എല്ലാം കുറഞ്ഞൊരു ഏരിയയിലാണ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാതെ ഓരോ ഭാഗത്തായിട്ട് അതന്നെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കാച്ചറിൻ്റെ കൂടെ തന്നെ ബീട്രൂട്ടും ഉണ്ട്, അതുപോലെ തക്കാളിൻ്റെ ഇടയിലായിട്ട് ഇഞ്ചി, അങ്ങനെ ഓരോ രീതിയിൽ മിക്സഡ് കൃഷിയാണ് ഇവിടെ കൊടുക്കുന്നത്. വഴുതനയാണ്, ഒരുപാട് പൂത്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം വഴുതന കൊടുത്തു, ഓരോ ബ്ലോക്ക് ആയിട്ട് കൊടുത്തിട്ട് നല്ല രസമുണ്ട് കാണാൻ തന്നെ. അതേപോലെ ഇവിടെ ആയിട്ട് മുള്ളങ്കി പുറത്തേക്ക് ചാടിയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ, കായകളൊക്കെ. റാഡിഷ് എന്ന് പറയുന്ന സാധനം, മുള്ളങ്കി എന്നല്ല പറയുന്നത്, മുള്ളങ്കി. അപ്പുറത്ത് നോക്കിയാൽ ഫുള്ള് തക്കാളി. അതേപോലെ മറ്റേ എന്തായിരുന്നു ആ കായ്ക്ക് എന്തേലും പറയില്ലേ, ഈ ആൽമരത്തിന് കറുപ്പ് കളർ കായ ഉണ്ടാവില്ലേ, ഷുഗറിനൊക്കെ നല്ലതാ. ഷുഗറിന് ഇതൊക്കെ ആലിന്റെ ഒരു മരല്ലേ, ആൽമരോ. ഷുഗറിന്റെ ഒക്കെ കഴിക്കുന്ന ഒരു കായല്ലേ, അല്ല ആ മരത്തിന് എന്താ പറയല്, ഞാവല്. ഓ എന്റെ പേപ്പറൊക്കെ കിട്ടി, ഞാവൽ മരം. ആ കാണൊക്കെ ഞാവൽ മരാണ്. ഇപ്പുറം ഫുള്ള് തക്കാളി, അതിന്റെ അപ്പുറം ഞാവല്. സഹിച്ചു വെച്ചോളൂ. 5 കൊല്ലം തികച്ച മക്കളെ നമ്മള് 6ാമത്തേലേക്കാണ് അല്ലേ. നമ്മുടെ ആഗ്രഹങ്ങളിലൊന്നാണ് ആടുന്നൊരു മണിയാടാന്ന് തോന്നുന്നു. ഇതുണ്ടോ ഇവിടെ ഒരു സാധനം തൂങ്ങുന്നുണ്ടോ? ആ ഇത് മണിയാടെന്നാ പറയും. നിഷാൻ വാ ആടുതാ. പിടിച്ചോ നിഷാനെ പിടിച്ചോ. ആട് ഇവിടെ പിടിച്ചോ. അടിപൊളിയല്ലേ. ഇതേപോലെ ഇനി ബീട്രൂട്ടും ഒക്കെ ഉണ്ട് അവിടെ. അതേപോലെ മധുരക്കിഴങ്ങുണ്ട്, കിഴങ്ങ് ഐറ്റംസ് തന്നെ ഒരുപാടുണ്ട്. അതുപോലെ കറിവേപ്പിലാണ്, ഇതുണ്ടിലേക്ക് കറിവേപ്പിലൊക്കെ മരം പോലെ ആയിട്ട് കായ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ കറിവേപ്പിലയാണ്. നല്ല സ്മെല്ലുണ്ട്, സൂപ്പർ. ഈത്തപ്പനൊന്നും കായ്ച്ചിട്ടില്ല, കാരണം കായ്ച്ചു തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാം പൂവിട്ട് തുടങ്ങുന്നേ ഉള്ളൂ, സീസൺ ആവുന്നേ ഉള്ളൂ. എന്തോ കേട്ടില്ല, ഒന്നൂടെ കേട്ടില്ല. ഇതാണ് നമ്മ പറഞ്ഞ ടാങ്ക്. ഇതുപോലെ 2 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെയുള്ളത് കുഞ്ഞു ടാങ്കുകളാണ്. ഇതെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലാവണമെങ്കിൽ എൻ്റെ ഫുൾ ഹൈറ്റ് അതുപോലെ പോരാതെ ഒരു 1.5 അടി കൂടി ഉണ്ട്. മനസ്സിലായില്ലേ? മെയിനായിട്ട് വൃത്തിയാണ്, നല്ല വൃത്തിയുണ്ട്, ഭംഗിയോ. അതേപോലെ ഇത് നോക്കിയാൽ ഈ ഒരു സെക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള പൂ പോലെയാണ്. ഇത് സെന്ററാണ്, ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ പൂവിന്റെ ഇതള പോലെ. ഇത് ബീട്രൂട്ട്, ഇത് ഉലുവ, അതുപോലെ ഇത് കഴിക്കുന്ന ഈ റുവൈത്തിന്റെ ഇല. പിന്നെ ഇത് ഹൈലൈറ്റ് കടുകാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് കടുക്. ഇതാ ഇവിടെ കുറച്ച് ഉണങ്ങിയതുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ പൊട്ടിച്ച് കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലൊക്കെ കടുക് മുളയ്ക്കാറുണ്ട്, പക്ഷെ ആരും ചെടിയാവാൻ വിടാറില്ല. കേട്ടോ, ഇത് ഇങ്ങനെ പൊളിച്ചിട്ടാണ് കടുക്. കണ്ടാ ഹൈടാ, കണ്ടാ ഹൈവ. ഇതാണ് വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ ചടപടയെന്ന് കൂട്ടുന്നത്. ഈ ഒരു ഏരിയ മൊത്തം ഈത്തപ്പനത്തായിട്ടാണ് മെയിനായിട്ട്. അതേപോലെ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ള് മൗണ്ടെയ്ൻസ് ആണ്. അവിടെ നിന്ന് വരുന്ന നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് കിടക്കാനായിട്ട് ഇവിടെ ഒരു വില്ല പോലെ, ചെറിയ വില്ല കേട്ടോ. നമ്മുടെ നോർമൽ അറബിക് വില്ല പോലെ അത്ര സൈസ് ഒന്നുമില്ല, പക്ഷേ ഒരു ഫാമിലി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നന്നായിട്ടൊരു വീടും കാര്യമൊക്കെ ഉണ്ട്. ആ ശരിക്കും അവർ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പകൽ ടൈമിൽ പോയി ബാർബിക്യൂ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കാരണം വീടും സൗകര്യം ഒക്കെ ഉണ്ട്.
അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. നമ്മൾ എപ്പോഴും ഒന്നും നമുക്ക് കാണാൻ കിട്ടാത്തൊരു കാഴ്ചയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അദ്ദേഹത്തോട് നന്ദി പറയണം. കാരണം അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് പോവാം, എപ്പോഴും വേണ്ട വീഡിയോസൊക്കെ എടുക്കാം, പോരാത്തതിന് ഞങ്ങൾ കൈ നിറച്ചും സാധനം തന്നിട്ട് അത് ഞാൻ വേറെ തന്നെ കാണിച്ചു തരാം. കാരണം അത്രയും സാധനം അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്നോട് ചോദിക്കില്ല, അപ്പം ഞങ്ങളോട് ചോദിച്ചതാണ്. ഞാൻ ഉണ്ടായിരുന്നു, പറയൂ സാർ, എങ്ങനെയായിരുന്നു? എല്ലാവർക്കും അടുത്ത എപ്പിസോഡ് കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സലാം.